അമേരിക്കൻ സാമ്പത്തിക ഉപരോധം കാരണം ഇറാൻ കടുത്ത പട്ടിണിയിലേക്ക്. പണപ്പെരുപ്പ തോതിൽ ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് ഇറാൻ എത്തിപ്പെട്ടു. ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രതിഷേധിച്ച 3 യുവാക്കളെ പരസ്യമായി തൂക്കിലേറ്റിയതിന് പിന്നാലെ ഭരണകൂടത്തിനെതിരെ ജനരോഷവും ശക്തമാവുകയാണ്. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, സാമ്പത്തിക ഉപരോധം വലിയ രീതിയിൽ ഇറാനെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. പണപ്പെരുപ്പ തോതിൽ ലോകത്ത് 3-ാം സ്ഥാനത്തേക്ക് ഇറാൻ എത്തപ്പെട്ടു എന്ന വിവരങ്ങളുണ്ട്. ഈ ഇറാനെ സംബന്ധിച്ച് ഉപരോധങ്ങൾ പുതിയ സംഭവമൊന്നുമല്ല, തുടർക്കഥയാണ്. എത്രയോ പതിറ്റാണ്ടുകളായി അവർ ഉപരോധങ്ങളാൽ വലിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ യുദ്ധത്തിന് മുന്നോടിയായി അവിടെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ മൂർച്ഛിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണോ സാഹചര്യം ഇപ്പോൾ? ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇറാൻ ചെന്ന് വീണിരിക്കുന്നത്. അവിടെ പണപ്പെരുപ്പത്തിൻ്റെ തോത് 87.9% എന്നതാണ്. അതായത് ലോകത്തെ 3 രാജ്യങ്ങളെടുത്താൽ ആദ്യത്തെ 3-ാമത്തെ രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു എന്നതാണ്. വെനസ്വേല, സുഡാൻ, അത് കഴിഞ്ഞാൽ ഇറാൻ. നമുക്ക് ഇതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കാം. ഏതാണ്ട് ഒരു ചായയ്ക്ക്, അവിടെ ഒരു ഇറാനിലെ ഒരു ചായയ്ക്ക് നമ്മൾ മുടക്കേണ്ടി വരുന്ന ഇന്ത്യൻ രൂപയുമായി തട്ടിച്ച് നോക്കുമ്പോൾ 8,50,000 രൂപ, അതായത് 90 മുതൽ 110 രൂപ വരെ ഇന്ത്യൻ മൂല്യമുള്ള പണം, അതിൻ്റെ അവിടുത്തെ മൂല്യമായി കണക്കാക്കുന്നത് 8,50,000 എന്ന ഒരു വലിയ സംഖ്യയാണ്. ആ തരത്തിലേക്ക് അവിടെ പണപ്പെരുപ്പം ഉയരുന്നുണ്ട്. 1 രൂപ, നമ്മുടെ ഇന്ത്യൻ മണി 1 രൂപയ്ക്ക് തുല്യമായത് ഒരു ഇറാൻ റിയാലിന് 50,000 മുതൽ 5,000 മുതൽ 9,000 രൂപ വരെയാണ് അതിൻ്റെ ഒരു രൂപയുടെ മൂല്യം എന്ന നിലയ്ക്ക് കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് അവിടെ പണപ്പെരുപ്പം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അവർ തെരുവിലിറങ്ങുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ അമേരിക്കയുടെ ചില തന്ത്രങ്ങൾ വിജയിക്കുന്നു എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം മാസങ്ങളായി ഇറാനെ ആക്രമിക്കും, വലിയ യുദ്ധത്തിലേക്ക് പോകും, കരയുദ്ധത്തിലേക്ക് പോകുമൊക്കെ അമേരിക്കയുടെ വലിയ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോയിട്ടില്ല. മറിച്ച് സാമ്പത്തികമായി ഇറാനെ പ്രതിരോധത്തിലാക്കുക, അവരെ തകർക്കുക എന്നത് തന്നെയാണ്. ആ തന്ത്രം വിജയിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാക്ടറി തൊഴിലാളികളും വിരമിച്ച ജീവനക്കാരും ഒക്കെ തന്നെ, ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ വീടുകളുടെ വാടക വർധന പരിധി 25% അവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചെങ്കിലും അങ്ങനെ ഒരു നിയന്ത്രണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീട്ടിൽ പോലും പല കുടുംബങ്ങൾ അവർ പങ്കിട്ട് താമസിക്കുന്ന സാഹചര്യമുണ്ട്. 1942 ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ചെലവുകൾ ഏതാണ്ട് 35% വർദ്ധിച്ചിരിക്കുന്നു. ഈ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതിൽ 3 ചെറുപ്പക്കാരെ ഇറാൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം തൂക്കിക്കൊന്നിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാകുകയാണ്. ഇന്റർനെറ്റ് ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് ഭരണകൂടം സമരക്കാരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയുടെ തന്ത്രങ്ങൾ, ഇങ്ങനെ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രങ്ങൾ, അത് വിജയം കാണുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രേണുക, വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.